ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗ്ലൂർ സ്റ്റൈല് ചിക്കൻ ഗ്രീൻ കറിയാണ് കേട്ടോ. ഇവിടെ മാംഗ്ലൂരിൽ ചെറിയ ഫംഗ്ഷനും വലിയ ഫംഗ്ഷനും എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ മസാല വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നല്ല ദോശയ്ക്കും പത്തിരി ചോറിനും എല്ലാത്തിനും അടിപൊളിയാണിത്. പിന്നെ ഇത് മാംഗ്ലൂരിൻ്റെ ഒരു റെസിപ്പി ആയതുകൊണ്ടും ഞാനൊരു ഹാഫ് മലയാളിയും ഹാഫ് ബാംഗ്ലൂരിനായതുകൊണ്ടും ഞാൻ വിചാരിച്ചു കേരള വ്യൂവേഴ്സിന് ഇത് കാണിച്ചു തരാമെന്ന്. സോ അതുകൊണ്ട് ആദ്യം ചിക്കൻ എടുത്തിട്ട് മാരിനേഷൻ ചെയ്യാൻ വെക്കുക. അതിനു വേണ്ടി പെപ്പർ, ടർമറിക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കേർഡ്, ഉപ്പ്, ലെമൺ. അതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അളവനുസരിച്ചിട്ട് ചിക്കന് ഇതിപ്പോൾ ഞാൻ 1 kg ചിക്കനാണ് എടുത്തത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഈ ചിക്കൻ നന്നായിട്ട് മിക്സാക്കിയിട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ആവാൻ വെക്കട്ടോ. പിന്നെ ഒരു പാൻ എടുക്കുക, അതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് എടുക്കട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ അത് മാറ്റിയെടുത്തിട്ട് ഇച്ചിരി ഓയിലിട്ടിട്ട് ഒരു സവാള അരക്കാൻ വേണ്ടിയാണ്, ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരു സവാള, പിന്നെ ഇച്ചിരി ജിഞ്ചർ ഗാർലിക്, കുറേയൊന്നും വേണ്ട. ഓൾറെഡി പേസ്റ്റ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടാണല്ലോ ചിക്കന്, അപ്പോൾ കുറേയൊന്നും വേണമെന്നില്ല, ഇച്ചിരി ഇട്ടാൽ മതി. പിന്നെ ഇച്ചിരി പുതിനയും കൊറിയൻഡർ ലീവ്സും ഇത്ര ഇട്ടിട്ട് ചെറുതായിട്ട് ഈ ഇലകൾ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. പിന്നെ പുതിനയും കൊറിയൻഡർ ലീവ്സും ഒന്ന് ചെറുതായിട്ട് വാടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടോ. മാറ്റി വെച്ചിട്ട് ഇനി പേസ്റ്റ് ഉണ്ടാക്കുക. അരക്കാനുള്ള പേസ്റ്റിന് ഒരു 3 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കാഷ്യൂ, പിന്നെ കോക്കനട്ട്, പിന്നെ ഇച്ചിരി പുളി കൂടരുത് കേട്ടോ. ഓൾറെഡി കേർഡ് എടുത്തുകൊണ്ട് പുളി കൂടിപ്പോവും. ഇനി തക്കാളി ഇടാനുണ്ട്, അത് ആ സമയത്ത് കൂടിപ്പോരുത്. അതുകൊണ്ട് ഇച്ചിരി പുളി എടുത്താൽ മതി. പിന്നെ ഈ ഓൾറെഡി ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കാനുള്ള കുറച്ച് വലിയ പാത്രം എടുക്കുക. അതിൽ ഇച്ചിരി ഗീ അല്ലെങ്കിൽ ബട്ടർ എടുക്കുക, പ്രശ്നമില്ല. എടുത്തിട്ട് ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ഇച്ചിരി കളർ മാറുമ്പോൾ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി വലിയത് എടുക്കുന്നില്ല ഞാനിവിടെ, ചെറുത് എടുത്തിട്ടുള്ളൂ. ഓൾറെഡി കേർഡ്, ലെമണ്, പിന്നെ പുളിയൊക്കെ അരച്ചാണ്. പിന്നെ പുളി കൂടിപ്പോയി അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ മാരിനേഷൻ വെച്ച ചിക്കൻ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്, അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വിടാം. ചെറുതായിട്ടൊന്ന് സ്പൂണിട്ട് കൊടുക്കുക ഇടയിൽ. അതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി ചെറുതായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇതിന് അരച്ച് വെച്ച ഗ്രീൻ മസാല ഒഴിച്ച് കൊടുക്കട്ടോ. ഇപ്പോൾ ഇതിന് വെള്ളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം അതിൽ തന്നെ ഇറങ്ങി വന്നോളും. ചിക്കനും കേർഡും ഇട്ടതുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ട് വരും. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ ഇത്രയും വെള്ളമുണ്ട്. പിന്നെ ആ പേസ്റ്റ് അരക്കുമ്പോഴും നന്നായിട്ടൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ അരച്ചെടുത്താൽ നിങ്ങൾ വെള്ളം കണക്കായിട്ട് കിട്ടും. പിന്നെയും തിക്കാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാഫ് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി, പ്രശ്നമില്ല. പക്ഷെ നല്ലോണം ലൂസാക്കിയിട്ട് വെക്കരുത് കേട്ടോ.